പള്ളികൾ നിർമ്മിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതുകൊണ്ട് അള്ളാഹുവിന് പുറമെയുള്ള ആരെയും നിങ്ങൾ പള്ളികളിൽ വിളിച്ച് തേടാതിരിക്കുക, പ്രാർത്ഥിക്കാതിരിക്കുക എന്ന ശക്തമായ നിർദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് തന്നതായി കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? ഇതേ പള്ളിക്കുള്ളിൽ വെച്ചാണ് കുതുബിയത്ത് നടക്കുന്നത്. ഇതേ പള്ളിക്കുള്ളിൽ വെച്ചാണ് റാത്തീബ് നടക്കുന്നത്. ഇതേ പള്ളിക്കുള്ളിൽ വെച്ചാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പാപമോചനം തേടുന്നത്. എവിടെ വെച്ച് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ നിങ്ങൾ വിളിച്ച് സഹായം തേടരുത് എന്ന് ശക്തമായി റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയോ, അവിടെ വെച്ച് തന്നെ മൈക്ക് കെട്ടിയും അല്ലാതെയും ആൾക്കൂട്ടത്തോടുകൂടിയും അല്ലാതെയും ആഘോഷത്തോടെയും അല്ലാതെയും അള്ളാഹുവിന് പുറമെയുള്ള സകലരെയും മൗലിയാക്കളെ, അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ, ശുഹദാക്കളെ ആരെയൊക്കെ പറ്റുമോ അവരെയെല്ലാം വിളിച്ച് തേടുന്ന, വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാസ നടത്തുന്ന പരിതാപകരമായ ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുടനീളം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മിക്ക പള്ളികളുമായി ബന്ധപ്പെട്ട് പള്ളിയോട് ചേർന്ന് ഒരു വിഗ്രഹം ഉണ്ടാവും. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഹൈന്ദവരെ പോലെ ക്രൈസ്തവരെ പോലെ നിർത്തിവെക്കപ്പെട്ട വിഗ്രഹമല്ല, കിടത്തി വെക്കപ്പെട്ട വിഗ്രഹം ഉണ്ടാവും. ഈ വിഗ്രഹത്തിനായിരിക്കും പള്ളിയേക്കാൾ കൂടുതൽ പ്രാധാന്യവും പ്രാമുഖ്യവും അവർ നൽകുക. പള്ളിയേക്കാൾ കൂടുതൽ അതിനോടാണ് ഇഷ്ടമുണ്ടാവുക. കോഴിക്കോട് ടൗണിൽ ഷാദുലി പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. ആ പള്ളിയുടെ കമ്മിറ്റിയിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും മുജാഹിദുകളായി, മുവഹിദുകളായി. സ്വാഭാവികമായും ആ പള്ളി ഏതെങ്കിലും ഒരു സംഘടനയുടെ കീഴിലല്ലാത്തത് കൊണ്ട് ആ പള്ളി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കീഴിലേക്ക് വരുമെന്ന അവസ്ഥയായപ്പോൾ കേസായി, കോടതിയിലേക്ക് പോയി. അങ്ങനെ കോടതിയിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു ജാറം കിടക്കുന്നുണ്ട്, ഒരു മക്ബറയുണ്ട്. അപ്പോൾ കോടതി ചോദിച്ചു, മുജാഹിദുകൾക്ക് എന്താണ് വേണ്ടത്, സുന്നികൾക്ക് സമസ്തക്ക് എന്താണ് വേണ്ടത്? രണ്ടു പേർക്കും രണ്ട് ഭാഗമായി പകുത്തു നൽകാം. പള്ളി വേണ്ടവർക്ക് പള്ളി എടുക്കാം, ജാറം വേണ്ടവർക്ക് ജാറം എടുക്കാം, മക്ബറ എടുക്കാം. അവിടെ ആദ്യം തങ്ങളുടെ പക്ഷം പറഞ്ഞ സമസ്ത വിഭാഗം ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് പള്ളി വേണ്ട, ഞങ്ങൾക്ക് ജാറം മതി, ഞങ്ങൾക്ക് മക്ബറ മതി, ഞങ്ങൾക്ക് പള്ളിയുടെ ആവശ്യമില്ല. മുജാഹിദ് വിഭാഗം ഒരു മടിയില്ലാതെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് പള്ളിയാണ്, ജാറമല്ല. ഇതാണ് വ്യത്യാസം. നമ്മുടെ നാട്ടിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പള്ളിയിലേക്ക് കയറിയിട്ടില്ലെങ്കിലും ജാറത്തിലേക്ക് കയറാൻ അവർക്ക് യാതൊരു മടിയും യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ നാട്ടിൽ പാപ്പനശ്ശേരിയിൽ ഇന്നലെ തൊട്ട് 3 പെറ്റുമ്മ മക്കാം മുറൂസ് തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളൊന്ന് പോയി നോക്കുക, എത്ര ആളുകളാണ് ആ ജാറത്തിലേക്ക് കാണിക്ക വെക്കുന്നതിന് വേണ്ടി, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ആവശ്യങ്ങൾ അർത്ഥിക്കുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ഒഴുകി വരുന്നത്. ഇപ്പുറത്ത് പള്ളി നിങ്ങൾ തൊട്ടടുത്ത് പള്ളിയുണ്ട്, അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ട, അള്ളാഹുവിനെ വിളിക്കേണ്ട പള്ളി നിങ്ങൾ നോക്കുക, ശൂന്യമായി കിടക്കും. അവിടെ പടച്ചവനോട് പ്രാർത്ഥിക്കാൻ ആളില്ല, അള്ളാഹുവിനോട് സങ്കടം പറയാൻ ആളില്ല. ഇവിടെ വളരെ വ്യക്തമായി ഉമ്മത്തിൻ്റെ അധപ്പതനമാണ് എടുത്തു കാണിക്കുന്നത്. ഈ ഉമ്മത്തിൻ്റെ പതിതാവസ്ഥയാണ് ഇവിടെ പ്രകടമാകുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നതിനുള്ള ആ ഒരു ജാഗ്രതയും ആ ഒരു ആവേശവും, അള്ളാഹുവിനോട് സങ്കടം പറയുന്നതിനുള്ള, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനുള്ള, പ്രാർത്ഥിക്കുന്നതിനുള്ള, നമസ്കരിക്കുന്നതിനുള്ള, ആരാധനാകർമ്മങ്ങൾ നടത്തുന്നതിനുള്ള മടിയും ഒരു തരത്തിലുള്ള അലസതയും ഈ ഉമ്മത്തിനെ വല്ലാതെ പിടികൂടിയിരിക്കുന്നു എന്നതാണ് സത്യം. പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടപ്പോൾ മെയിൻ പരിപാടി എന്തൊക്കെയാണ്? പള്ളിക്ക് അലങ്കാരം കൂട്ടുക, പള്ളി ഇങ്ങനെ മൊഞ്ചാക്കുക. കണ്ടു കഴിഞ്ഞാൽ അന്യമതസ്ഥയിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും ഇവർക്ക് എവിടുന്ന ഇത്ര കുറേ പൈസ എന്ന് ചിന്തിക്കുമാറ് പള്ളി ഇങ്ങോട്ട് മോടി പിടിപ്പിച്ച് അലങ്കരിച്ച് ആ റസൂല് വിലക്കിയ സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി നിരുത്സാഹപ്പെടുത്തിയ സംഗതിയാണ് പള്ളി ഇങ്ങനെ അലങ്കരിക്കുക എന്നുള്ളത്. ജൂതനസാറാക്കളുടെ പരിപാടിയാണത്. നമ്മുടെ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ആവേശം പള്ളി അലങ്കരിക്കാൻ മാത്രമാണ്. പള്ളി കമ്മിറ്റിയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ അഭിമാനമാണ്. പള്ളിയുടെ ആളാണ്. ഇപ്പോൾ മക്കൾക്കൊക്കെ കല്യാണ ആലോചന വരുമ്പോൾ
എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഒരു വോയിസ് കിട്ടണമെങ്കിൽ, ഒരു 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 പ്രിവിലേജ് ഉണ്ടാവണമെങ്കിൽ, ഒരു പ്രസ്റ്റീജ് ഉണ്ടാവണമെങ്കിൽ അതിനൊക്കെ പള്ളി കമ്മിറ്റിയിൽ ഉണ്ടാവുക എന്നത് ആവശ്യമാണ്. അല്ലാണ്ട് പള്ളിയോട് ഇഷ്ടം ഉണ്ടായിട്ടല്ല, അതിൽ ആരാധന നടത്താൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ ഏറ്റവും പവിത്രമായ പരിപാവനമായ സ്ഥലമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയാണ്. ഒന്നാമത്തെ പള്ളി ഏതാണ്? ഈ ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒന്നാമത്തെ പള്ളി പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു വിശദീകരിച്ചു തരുന്നുണ്ട്. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ. നിശ്ചയം ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി മക്കയാണ്, പരിശുദ്ധമായ കഅബ ശരീഫാണ്. ഈ പരിശുദ്ധമായ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് ചില പ്രകൃതി ദുരന്തങ്ങളാൽ ആ പള്ളിക്ക്, ആ ഭവനത്തിന് കേടുപാട് സംഭവിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ ഭവനത്തിൻ്റെ, ആ പള്ളിയുടെ, ആ പരിശുദ്ധ ഗേഹത്തിൻ്റെ, ആ പുരാതന ഭവനത്തിൻ്റെ പുനർനിർമ്മാണം നടത്താൻ അള്ളാഹു കൽപ്പന കൊടുക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി ആ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷം 3 പ്രാർത്ഥനകൾ അവർ നടത്തുന്നുണ്ട്. 3 തരത്തിലുള്ള ദുആകൾ അവർ നടത്തുന്നുണ്ട്. എന്താണ്? ഒന്നാമത്തെ ദുആ ഏതാണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ, ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണമേ. എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും നീയാണ് റബ്ബേ. പള്ളിയുടെ പ്രവർത്തനത്തിന് പിന്നിൽ, പള്ളിയുടെ നിർമ്മാണത്തിന് പിന്നിൽ നമുക്കുണ്ടാകേണ്ട വികാരം അതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകേണ്ട ചേതോ വികാരം അതാണ്. അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ട്, പടച്ചറബ് എന്നിൽ നിന്ന് കബൂൽ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ വികാരം അതാണ്. രണ്ടാമതായി ഇബ്രാഹിം ഇസ്മായിലും അലൈഹിമുസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, നിനക്ക് കീഴ്പ്പെടുന്ന 2 ആളുകളായി ഞങ്ങളെ നീ മാറ്റണേ. ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തെ നീ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണമേ. വതുബ് അലൈനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ. ഇന്നക അൻതത് തവ്വാബുർ റഹീം, നീ ഏറ്റവും നന്നായി പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. രണ്ടാമത്തെ ദുആ ഏതാണ്? മൂന്നാമത്തെ ദുആ ഏതാണ് പ്രിയപ്പെട്ടവരെ? റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമുദായത്തിൽ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കൂട്ടത്തിൽ, നാട്ടിൻ പുറത്ത് നീ ഒരു പ്രവാചകനെ കൊണ്ടുവരണമേ. നിന്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ജനങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു നബിയെ നീ ഉയർത്തിക്കൊണ്ടുവരണേ അല്ലാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും 3 പ്രാർത്ഥനകളാണ്. ഒന്നാമത്തത്, ഈ പ്രവർത്തനം സ്വീകരിക്കണേ റബ്ബേ. രണ്ടാമത്തത്, ഈ പ്രവർത്തനം കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിന്നോടുള്ള അനുസരണയും തൗബയും ഞങ്ങൾക്ക് നീ നൽകണമേ. മൂന്നാമത്തത്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്റെ വെളിച്ചം പരക്കുന്ന, നിന്റെ തൗഹീദിന്റെ വിപ്ലവത്തിന്റെ പ്രഭവ കേന്ദ്രമാകുന്ന ഒരു ദാഇയെ, ഒരു പ്രവാചകനെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നീ ഉരുത്തിരിച്ചു കൊണ്ടുവരണേ റബ്ബേ. ഈ 3 ഉദ്ദേശങ്ങൾ ഒരു പള്ളിയുടെ പ്രവർത്തനത്തിന് പിന്നിലുണ്ടാകേണ്ടതുണ്ട്, ഒരു പള്ളിയുടെ നിർമ്മാണത്തിന് പിന്നിലുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നിർമ്മിക്കപ്പെടുന്ന പള്ളികൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ. ഈ 3 കാര്യങ്ങളും ഉണ്ടാവില്ല. അള്ളാഹു സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആളുകൾ ഇങ്ങനെ കണ്ടിട്ട് എന്ത് നല്ല പള്ളിയാണ്, എത്ര സുന്ദരമായ പള്ളിയാണെന്ന് പറഞ്ഞാൽ മാത്രം മതിയാകും. രണ്ടാമതായി, ജീവിതത്തിൽ ഒരു ശുദ്ധീകരണവും ആ പള്ളി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നില്ല. മൂന്നാമതായി, ആ പള്ളിയുമായി ബന്ധപ്പെട്ട് തൗഹീദിന്റെ ദഅവത്തും അവർ ഉദ്ദേശിക്കുന്നില്ല. ഈ 3 ഉദ്ദേശങ്ങളും ഇല്ലാത്തിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, പള്ളികൾക്ക് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുകയില്ല എന്ന്
നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പുനർനിർമ്മിച്ച ഈ കഅബാലയത്തിന്റെ നേരെയും ഇന്ന് ഗ്യാൻവാപ്പിക്ക് നേരെ, ഇന്ന് ബാബരി മസ്ജിദിന് നേരെ, ഇന്ന് ഒരുപാട് പള്ളികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുണ്ടല്ലോ, അത് തകർക്കാനുള്ള പരിശ്രമങ്ങളുണ്ടല്ലോ, ആ പരിശ്രമങ്ങളെല്ലാം ഈ പറയുന്ന പള്ളിക്ക് നേരെയും നടന്നിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങ് ഹബശ ഭരിച്ചിരുന്ന നജാഷി രാജാവിന്റെ കീഴിലായിരുന്നു യമൻ പ്രദേശം. യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ കഥ, ആ രാജാവിന്റെ ചരിത്രം നമ്മളൊക്കെ വായിച്ചതാണ്, അറിഞ്ഞതാണ്. ആ രാജാവ് ചെയ്ത പ്രവൃത്തി എന്താണ്? അറേബ്യൻ നാടുകളിൽ നിന്ന് മുഴുവൻ മക്കയിലേക്ക് കഅബാലയത്തിന്റെ അടുത്തേക്ക് അതിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി, അതിലെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി അറബികൾ ഒഴുകിയെത്തുന്നത് കണ്ട് അസൂയ പൂണ്ട ഈ മനുഷ്യൻ അദ്ദേഹം ചെയ്തതെന്താണ്? യമനിലൊരു വലിയ മന്ദിരം നിർമ്മിക്കുകയാണ്, ഒരു വലിയ അമ്പലം നിർമ്മിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? കഅബയിലേക്ക് പോകുന്നതിന് പകരം ഈ മന്ദിരത്തിലേക്ക്, ഈ ആലയത്തിലേക്ക് ആളുകൾ വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അയാളത് നിർമ്മിക്കുന്നത്. അറബികൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടായി, അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് ഒരു അറബി വന്നുകൊണ്ട് ഈ മന്ദിരത്തിൻ്റെ ഉള്ളിൽ വൃത്തികേടാക്കുന്നത്. പ്രതികാരം തീർക്കാൻ, പക തീർക്കുന്നതിന് വേണ്ടി ഈ മന്ദിരത്തിന്റെ ഉള്ളിൽ, ഈ ആരാധനാലയത്തിന്റെ ഉള്ളിൽ കയറി കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിൽ പക പൂണ്ട, ദേഷ്യം പിടിച്ച അബ്രഹത്ത് ഒരു വലിയ സൈന്യവുമായി, സർവ്വസന്നാഹമുള്ളൊരു സൈന്യവുമായി, ഒരാനപ്പടയുമായി പരിശുദ്ധമായ കഅബാലയം തകർക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട സംഭവത്തെയാണ് ആനക്കലഹ സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആനപ്പട്ടാളത്തിന്റെ സംഭവം എന്ന പേരിൽ, അസ്ഹാബുൽ ഫീൽ എന്ന പേരിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സംഭവത്തെയാണ്. പ്രിയപ്പെട്ടവരെ, അവരതാ പുറപ്പെടുകയാണ്, ആനപ്പട്ടാളം പുറപ്പെടുകയാണ്. അങ്ങനെ അവർ മക്കയുടെ പ്രാന്തപ്രദേശത്തെത്തിയപ്പോ ആ വലിയ സൈന്യത്തെ കണ്ടപ്പോ, ആ സർവ്വസന്നാഹവുമുള്ള സൈന്യത്തെ കണ്ടപ്പോ മക്കയിലുള്ള ആളുകൾ, കഅബാലയത്തിന്റെ സംരക്ഷകർ മനസ്സിലാക്കുകയാണ്, ഈ സൈന്യത്തോട് പോരടിച്ചു നിൽക്കാൻ, ഈ സൈന്യത്തെ പൊരുതി തോൽപ്പിക്കാനുള്ള ഒരു വഴിയും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ്. മലമുകളിലേക്കും പർവ്വതങ്ങളിലേക്കും മൊട്ടക്കുന്നുകളിലേക്കും അവർ ഓടി രക്ഷപ്പെടുകയാണ്, ആ സൈന്യത്തെ നേരിടാൻ തയ്യാറാവാതെ. ആ സമയത്ത് തന്നെ അബ്രഹത്തിന്റെ പട്ടാളം ഈ മക്കക്കാരുടെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അബ്രഹത്ത് ഈ പറയുന്ന മക്കക്കാരുടെ നേതാവായ അബ്ദുൽ മുത്തലിബിനെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളിതാ കഅബ തകർക്കാൻ പോകുകയാണ്, ഞങ്ങളിതാ നിങ്ങളുടെ ദേവാലയം തകർക്കാൻ പോകുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബിന്റെ മറുപടി എന്തായിരുന്നു? അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായവുമില്ല. എൻ്റെ 200 ഒട്ടകം നിങ്ങളുടെ കയ്യിലുണ്ട്, ആ ഒട്ടകത്തെ എനിക്ക് വിട്ടു തന്നാൽ ഞാൻ പോയിക്കോളാം. കഅബാലയത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഒന്നും നിങ്ങളോട് എനിക്ക് പറയാനില്ല. അബ്രഹത്ത് പ്രതികരിക്കുകയാണ്, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് മതിപ്പൊക്കെ തോന്നിയിരുന്നു, നിങ്ങൾ നല്ല മാന്യനായ മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കാലങ്ങളായി കാക്കകാരണവന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന, ആദരിച്ചുകൊണ്ടിരിക്കുന്ന കഅബാലയം പൊളിക്കുന്നതിനേക്കാൾ വലുതാണോ നിങ്ങളുടെ 200 ഒട്ടകം എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഒട്ടകം എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, കഅബ എൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ല. ഒട്ടകത്തെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ബാധ്യതയാണ്, കഅബയെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ബാധ്യതയല്ല. ആ കഅബയെ അതിൻ്റെ ഉടമസ്ഥൻ സംരക്ഷിച്ചുകൊള്ളുമെന്ന അചഞ്ചലമായ വാക്കുകളാണ് കേവലം മുശ്രിക്കായ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് നിന്ന് അബ്രഹത്തിന് കേൾക്കാൻ സാധിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള ചരിത്രം എന്താണ്? കഅബാലയം തകർക്കുന്നതിന് വേണ്ടി, അതിൻ്റെ അടിവേരിളക്കുന്നതിന് വേണ്ടി അതാ അബ്രഹത്തും പട്ടാളവും കഅബക്കരികിലേക്ക് നീങ്ങുകയാണ്. കഅബയുടെ ദിക്കിലേക്ക് തിരിഞ്ഞപ്പോ ആനകൾ നടക്കാതെയാവുകയാണ്. എത്ര തെളിച്ചിട്ടും, എത്ര ശ്രമിച്ചിട്ടും, എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആനകൾ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് നടക്കുന്നില്ല. ആകെ അങ്കലാപ്പിലായി. സൈന്യം മുഴുവൻ ഇളകി മറിയാൻ തുടങ്ങി. പല ചർച്ചകളും പലരും പിന്മാറാൻ തുടങ്ങി. ആ സമയത്താണ് ആകാശത്ത് നിന്ന് അവർ ഇരമ്പൽ കേൾക്കുന്നത്. ആ ഇരമ്പലിനെ കുറിച്ച്, ആ സംഭവത്തെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തയ്റൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ
ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ആനക്കാരെ കൊണ്ട്, ആനപ്പട്ടാളത്തെ കൊണ്ട് നിന്റെ റബ്ബ് പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് നബി അങ്ങ് അറിഞ്ഞിട്ടില്ലേ? അവരുടെ എല്ലാ കുതന്ത്രങ്ങളും അവൻ തദ്ലീലിലാക്കി കളഞ്ഞില്ലേ, പാഴാക്കി കളഞ്ഞില്ലേ? അവരിലേക്ക് അബാബീൽ പക്ഷികളെ നിയോഗിക്കുകയും ആ അബാബീൽ പക്ഷികളുടെ കാലുകളിൽ കൊടുത്തിട്ടുള്ള തീച്ചൂളകൾ കൊണ്ടുള്ള കല്ലുകൾ കൊണ്ട് ചവച്ചിറക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെ ആ വലിയ സൈന്യസന്നാഹം ആയിത്തീരുകയും ചെയ്ത ചരിത്രം നബിയെ അങ്ങ് കേട്ടിട്ടില്ലേ, അറിഞ്ഞിട്ടില്ലേ? സംഭവിച്ചതെന്താണ് പ്രിയപ്പെട്ടവരെ? ബോംബർ വിമാനങ്ങളെ കുറിച്ചറിയാത്ത, വ്യോമാക്രമണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്ത, അത്തരത്തിലുള്ള അക്രമങ്ങളെ കുറിച്ച് ആർക്കും അറിയാത്ത കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അബ്രഹത്തിന്റെ പട്ടാളത്തെ, ആനപ്പട്ടാളത്തെ, കഅബാലയം തകർക്കുന്നതിന് വേണ്ടി ഒരുമ്പെട്ട് വന്ന പട്ടാളത്തെ അള്ളാഹു തകർത്തത് വ്യോമാക്രമണത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബാബീൽ പക്ഷികളിലൂടെയാണ് നമുക്ക് കൃത്യമായി ചരിത്രം വായിച്ചാൽ തിരിച്ചറിയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അബ്രഹത്തുമാർ വീണ്ടും ഉടലെടുക്കുകയാണ്. അബ്രഹത്തുമാരുടെ പിൻഗാമികൾ വീണ്ടും ഉടലെടുക്കുകയാണ്. മുസ്ലിം പള്ളികൾ, ആരാധനാ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ പള്ളികളിലും ആർക്കിയോളജിസ്റ്റുകൾ ഇല്ലാത്ത ശേഷിപ്പുകൾ കാണുകയാണ്, ഇല്ലാത്ത അടയാളങ്ങൾ കാണുകയാണ്. ഇന്ന് 3-4 പള്ളികളാണ്, ബാബരിയും ഗ്യാൻവാപ്പിയും അതുപോലെ കാശിയും മധുരയും അടക്കമുള്ള 3-4 പള്ളികൾ മാത്രമാണ് പറയുന്നതെങ്കിലും ആ പള്ളിയുടെ പട്ടിക ഇനിയും ഒരുപാട് നീണ്ടേക്കാം. ആ പള്ളികളുടെ പട്ടിക ഇനിയും ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് നീങ്ങിയേക്കാം. ഇവിടെ ഒരു മുസ്ലിം എടുക്കേണ്ട നിലപാട് എന്താണ്? മുസ്ലിം ഉമ്മത്ത് എടുക്കേണ്ട നിലപാട് എന്താണ് പ്രിയപ്പെട്ടവരെ? പള്ളികളെ തകർക്കപ്പെടുമ്പോൾ ശക്തമായ നിയമ പോരാട്ടങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ജനാധിപത്യ രീതിയിലുള്ള പോരാട്ടങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒരു ഈർക്കിലിക്കല്ല് പോലും, ഒരു കടുകുമണിയുടെ വലുപ്പത്തിലുള്ള കല്ലുകൾ പോലും അന്യമതസ്ഥന്റെ ആരാധനാലയങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എറിയപ്പെടരുത്, നമ്മളാൽ ആക്രമിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകേണ്ടതിന്റെ കാരണം അത് ഇസ്ലാമല്ല. അത് ഇസ്ലാമല്ല പ്രിയപ്പെട്ടവരെ. മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ടതെന്നാണ്? ഇവിടെയുള്ള വർഗീയവൽക്കരിക്കപ്പെട്ട, വർഗീയത കൊണ്ട് വിഷം തീണ്ടപ്പെട്ട വളരെ ചുരുക്കം വരുന്ന വർഗീയവാദികൾ മാത്രമാണ് ഇന്ത്യയുടെ മണ്ണിലുള്ളത്. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരങ്ങളാകട്ടെ, ക്രിസ്ത്യൻ സഹോദരങ്ങളാകട്ടെ, അവർക്ക് വർഗീയതയില്ല. അവർ ഈ പറയുന്ന കാര്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ഇതുവരെ ഒരു നിലപാടെടുത്തിട്ടില്ല. മുസ്ലിങ്ങൾ കാരണം ഒരുപാട് പള്ളികൾ തകർക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സംഗതി നീങ്ങിക്കൂടാ. അതുകൊണ്ട് പക്വതയോടെയുള്ള നിലപാടെടുക്കേണ്ടതുണ്ട്, വിവേകത്തോടു കൂടിയുള്ള നിലപാടെടുക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ച വർഗീയവാദികൾ പ്രവർത്തിക്കുന്ന അതേ നാണയത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ അടുത്ത് നിന്ന് പ്രവർത്തനമുണ്ടായിക്കൂടാ, മുസ്ലിം ഉമ്മത്തിന്റെ അടുത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിക്കൂടാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഖുദ്സിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് സ്വീകരിക്കാൻ വന്നപ്പോ, അദ്ദേഹത്തിന് നമസ്കരിക്കാൻ സമയമായപ്പോ അവിടെയുള്ള പുരോഹിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചോളൂ, ഈ ദേവാലയത്തിൽ വെച്ച് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഭാഗത്ത് അങ്ങേക്ക് നമസ്കരിക്കാമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം എന്താണെന്ന് അറിയുമോ? ഞാൻ വേറെ എവിടെ നിന്നെങ്കിലും നമസ്കരിച്ചു കൊള്ളാം, ഇവിടെ ഞാൻ നിസ്കരിക്കുന്നില്ല. കാരണം ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നമസ്കരിച്ചാൽ, ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ആരാധന നടത്തിയാൽ ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ഭാവിയിൽ ഉമർ നമസ്കരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് ഈ പ്രദേശത്തിന് അവകാശവാദവുമായി എന്റെ പിൻഗാമികൾ വന്നേക്കാം, അതുകൊണ്ട് ഇവിടെ വെച്ച് നിസ്കരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികളാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പള്ളികൾ തകർക്കപ്പെടുക എന്നത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ നമുക്ക് വേദനിക്കുന്ന സംഗതിയാണ്. നമ്മുടെ വീട് തകർക്കപ്പെടുന്നതിനേക്കാൾ, നമ്മുടെ കുടുംബം കൊല്ലപ്പെടുന്നതിനേക്കാൾ വേദനയേറിയ സംഗതിയാണ് പള്ളികൾ തകർക്കപ്പെടുക എന്നത്. ആ പള്ളികൾ തകർക്കപ്പെടുന്നതിനെ വളരെ ഫലവത്തായ രീതിയിൽ പ്രതിരോധിക്കേണ്ടതുണ്ട്. സായുധ ബലം ഉപയോഗിച്ചിട്ടല്ല, മസിൽ പവർ ഉപയോഗിച്ചിട്ടല്ല, ആയുധ ബലം ഉപയോഗിച്ചിട്ടല്ല, ഹിക്മത്തോടുകൂടി, യുക്തിയോടുകൂടി, ബുദ്ധിയോടുകൂടി ഈ രാജ്യത്ത് അവശേഷിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള അക്രമങ്ങളെ, ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ നമ്മൾ നേരിടാൻ. ഇതാണ് ഒരു മുസ്ലിമിന്റെ നിലപാടുണ്ടാവേണ്ടതുണ്ട്, നിലപാടായി മാറേണ്ടത്. രാജ്യത്ത് ഇനിയും ഒരുപാട് പ്രശ്നങ്ങളും കലുഷിതമായ അന്തരീക്ഷങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ വിവേകത്തോടെയും പക്വതയോടെയും മാത്രമേ നമ്മൾ പ്രതികരിക്കാവൂ പ്രിയപ്പെട്ടവരെ. വൈകാരികമായ പ്രതികരണമാണ് ഏറ്റവും ഉചിതമെന്ന് നമുക്ക് തോന്നുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. പക്ഷേ വൈകാരികമായ പ്രതികരണം കൂടുതൽ നഷ്ടത്തിലേക്കും
കൂടുതൽ കലാപത്തിലേക്കും കൂടുതൽ പ്രശ്നത്തിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ നിലപാടുകളും ആ വർഷക്കാലത്ത് പ്രവാചകൻ എടുത്ത സ്റ്റാൻഡുകളും മുഴുവൻ പരിശോധിച്ചാൽ തികഞ്ഞ പക്വതയും വിവേകവുമാണ് അവിടെ മുഴച്ചു നിൽക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭവനങ്ങൾ തകർക്കുന്ന അക്രമകാരികളുടെ കൈക്ക് തടസ്സം സൃഷ്ടിക്കട്ടെ. ഈ രാജ്യത്ത് നീതിയും നന്മയും പുലർത്തുന്ന നല്ല ഭരണാധികാരികളുടെ കയ്യിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണം അല്ലാഹു നൽകുകയും ചെയ്യട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. അബ്രഹത്തുമാർ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ അബാബീൽ പക്ഷികൾ അന്നത്തെ അവസാനത്തെ അള്ളാഹുവിൻ്റെ ഇടപെടലാണ് എന്നൊരിക്കലും നമ്മൾ മനസ്സിലാക്കരുത്. അബാബീലുകൾ ഇനിയും ഉണ്ടാകാം, അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഇനിയും ഉണ്ടാകാം. അമാനുഷികവും അത്യത്ഭുതകരവുമായ രീതിയിൽ അള്ളാഹു ഇടപെടാം. അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാവണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ പള്ളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില സംഗതികൾ ക്ലിയർ ആവേണ്ടതുണ്ട്, ചില സംഗതികൾ ശരിയാവേണ്ടതുണ്ട്. പള്ളി നിർമ്മാണം ഫഖറിന് വേണ്ടി ആവാതിരിക്കണം. പള്ളി നിർമ്മാണങ്ങൾ പരസ്പരം ഈ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ഹുങ്ക് കാണിക്കാതിരിക്കാൻ വേണ്ടി ആവണം. എന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകൂ. പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ ഇമാറാത്തുമായി ബന്ധപ്പെട്ട്, പള്ളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആളുകൾക്കുണ്ടാവേണ്ട ക്വാളിറ്റികൾ എന്താണെന്ന് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പള്ളികളൊന്നും എടുക്കുക, എന്നിട്ട് ഈ 5 ക്വാളിറ്റികളുള്ള മനുഷ്യർ നയിക്കുന്ന പള്ളി ഏതാണ് നാട്ടിലുള്ളത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഒരൊറ്റ പള്ളി കാണാൻ കഴിയില്ല, ഒരൊറ്റ പള്ളി കാണാൻ കഴിയില്ല. 100% ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. പള്ളി നടത്തുന്ന കമ്മിറ്റിക്കാരിൽ ഈ ക്വാളിറ്റികൾ മുഴുവനുമുള്ള ആളുകൾ മാത്രമുള്ള കമ്മിറ്റിയുള്ള ഒരൊറ്റ പള്ളി ഏത് സംഘടനയുടേതാവട്ടെ കേരളത്തിൽ കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്തൊക്കെയാണ് ക്വാളിറ്റി? അള്ളാഹു പറയാൻ, ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പള്ളി കൈകാര്യം ചെയ്യുന്നത് ആരൊക്കെയായിരിക്കണം? ഇത് പടച്ചോൻ്റെ വീടാണ്. പള്ളി എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ വീടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കല്ല വരിക, പള്ളിയിലേക്കാണ് വരിക. പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ട് കിടക്കാൻ ബാധ്യസ്ഥരാണ് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും. അതുകൊണ്ട് അവർക്കുണ്ടാകേണ്ട, ആ പള്ളി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കുണ്ടാവേണ്ട ക്വാളിറ്റിയെക്കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിക്കുന്നവരാവണം, പടച്ചോലിൽ കൃത്യമായി വിശ്വസിക്കുന്നവരാവണം. ഉറൂസ് ഉണ്ടാവുമ്പോൾ ജാറത്തിൽ പോയിട്ട് ജാറം മൂടുന്നവരാവരുത്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോൾ തങ്ങന്മാരെയും ബാബമാരെയും ബീവിമാരെയും തേടി പോകുന്നവരാവരുത്. അടിച്ചു വന്നിരിക്കുന്നവരെയും ജിന്നിറക്കുന്നവരെയും തേടി പോകുന്നവരാവരുത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവരാകണം, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവരാകണം. അതിലൊന്നാമത്തെ ക്വാളിറ്റിയാണത്, മൻ ആമന ബില്ലാഹ്, കൃത്യമായ വിശ്വാസം അള്ളാഹുവിൽ ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തേത് എന്താണ്? വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസം ഉണ്ടാവണം, അന്ത്യനാളിൽ വിശ്വാസം ഉണ്ടാവണം. ജീവിതത്തിൻ്റെ പ്രവൃത്തികളെല്ലാം, പരിശ്രമങ്ങളെല്ലാം സ്വർഗത്തിന് വേണ്ടിയാവണം. നരകത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. നരകത്തെക്കുറിച്ച് ഓർക്കാനും സ്വർഗത്തെക്കുറിച്ച് ഓർത്തിട്ട് പ്രതീക്ഷിക്കാനും ആശ ഉണ്ടാവാനും നരകത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടാകണം. വൽ യൗമിൽ ആഖിർ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. പള്ളി കമ്മിറ്റിയിലെ സെക്രട്ടറിയും പ്രസിഡന്റും പള്ളി കമ്മിറ്റിക്കാരും പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ ജമാഅത്തിനുണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്നവർ മാത്രമേ ഈ പള്ളി കമ്മിറ്റിയിൽ നിൽക്കാൻ പാടില്ലാത്തവർ രാജിവെച്ചു പോകണം. ബാക്കിയുള്ള തടസ്സങ്ങളുള്ള ആളുകൾ പള്ളിയുടെ ഇമാറാത്തിൽ നിൽക്കരുത്. പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാൻ 5 വഖത്ത് ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കാൻ എനിക്ക് കഴിയുമോ എങ്കിൽ മാത്രമേ ഞാൻ ഈ പള്ളി കമ്മിറ്റിയിൽ നിൽക്കാൻ യോഗ്യനാവുന്നുള്ളൂ, ക്വാളിഫൈഡ് ആവുന്നുള്ളൂ എന്ന ബോധം ഈ ഉമ്മത്തിനുണ്ടാവേണ്ടതുണ്ട്. അഖാമുസ്സലാ,
നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്ന ബാങ്കിന്റെ ധ്വനി കേട്ട് കഴിഞ്ഞാൽ പിന്നെ കച്ചവടം മാറ്റിവെക്കണം, ഏർപ്പാടുകൾ മാറ്റിവെക്കണം. എല്ലാവർക്കും ഇത് പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഇമാറാത്തുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധം പിടിക്കുന്നത്. കൃത്യമായി സമ്പാദ്യത്തിൽ ശുദ്ധിയുള്ളവരാവണം. അന്യന്റെ മുതൽ മോഷ്ടിക്കുന്നവരാവരുത്, അന്യന്റെ അവകാശങ്ങൾ അപഹരിക്കുന്നവരാവരുത്, പലിശയുമായി ഇടപെടുന്നവരാകരുത്. ജീവിതത്തിൽ ഏതെങ്കിലും അവസരത്തിൽ പലിശയുമായി ഇടപെടാൻ സാധ്യതയുള്ളവരാവരുത്. പള്ളി കമ്മിറ്റിയിൽ നിൽക്കുന്ന ആളുകൾ സമ്പാദ്യത്തിൽ ശുദ്ധി ഉണ്ടാവണം, പരിശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ മറ്റൊരു മഖ്ലൂക്കിനെയും ഭയപ്പെടുന്നവരാവരുത്. പടച്ചോനെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ. ഒരു തീരുമാനം എടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ അതൃപ്തി എന്ന 2 ക്രൈറ്റീരിയ മാത്രമേ ആ മനുഷ്യൻ്റെ മുന്നിൽ ഉണ്ടാവാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ക്രൈറ്റീരിയ ഉണ്ടാവരുത്, വേറൊരു മാനദണ്ഡം ഉണ്ടാവരുത്. അള്ളാഹുവിൻ്റെ തൃപ്തി ഉള്ളതാണോ? ആരുടെയൊക്കെ അതൃപ്തി ഉണ്ടെങ്കിലും ഞങ്ങളത് ചെയ്തിരിക്കും. അള്ളാഹുവിൻ്റെ അതൃപ്തിയുള്ളതാണോ എങ്കിൽ ആരൊക്കെ അതിന് വടം വെച്ചാലും, ആരൊക്കെ അതിന് ചുക്കാൻ പിടിച്ചാലും അത് ഈ പള്ളിയിൽ നടക്കുകയില്ല എന്ന കൃത്യവും വ്യക്തവും സ്പഷ്ടവും ശക്തവുമായ തീരുമാനമെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവരായിരിക്കണം പള്ളി കമ്മിറ്റിയിലുള്ള ആളുകൾ. ഈ 5 ക്വാളിറ്റികൾ മാത്രമുള്ള മനുഷ്യരുള്ള പള്ളി കമ്മിറ്റികൾ ഉണ്ടോ നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ? ഏത് സംഘടനതാവട്ടെ, സുന്നിയോ മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ ഏത് സംഘടനതാവട്ടെ, ഇല്ല. ഇനി കമ്മിറ്റിയിലുണ്ടോന്നല്ല, നമ്മുടെ നാട്ടിലുണ്ടോ? ഇനിയിപ്പോൾ എന്താ സംഭവിക്കാറിയോ? ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ആളുകളെ മാത്രം കമ്മിറ്റിയിൽ എടുക്കണം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പള്ളിക്ക് കമ്മിറ്റിയേ ഉണ്ടാവില്ല. പള്ളിക്ക് കമ്മിറ്റി ഉണ്ടാവില്ല, കാരണം അങ്ങനെയുള്ള ആളുകൾ കിട്ടാനില്ല. ഈ 5 ക്വാളിറ്റികൾ കൃത്യമായി പാലിക്കുന്ന ആരാണ് നമ്മുടെ നാട്ടിലുള്ളത്? അതുകൊണ്ട് തമ്മിൽ ഭേദം എന്ന അവസ്ഥയിൽ മാത്രമേ പള്ളി കമ്മിറ്റികൾ ഉണ്ടാക്കാൻ നിവൃത്തിയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? അള്ളാഹു മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളില്ലാതെ, അള്ളാഹു മുന്നോട്ട് വെച്ച ചേതോവികാരം പിന്നിലില്ലാതെ പള്ളികൾ 4000-ഉം 4 ലക്ഷവും 40 ലക്ഷവും നാട് നീളെ പടുത്തുയർത്തിയാൽ അതിൽ അള്ളാഹിന്റെ സംരക്ഷണം എങ്ങനെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ അതിനെങ്ങനെ ഉണ്ടാവും? ഉണ്ടാവില്ല. കാരണം അള്ള പറഞ്ഞ പോലെയുള്ള ആ മാനദണ്ഡങ്ങൾ ഒത്ത ഒരു ബൈത്തല്ല, അത് അള്ളാഹുവിൻ്റെ ഭവനമല്ല. ഇനി അങ്ങനെ ഒരു ഭവനം ഉണ്ടാക്കിയെടുക്ക് നിങ്ങൾ. അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ട, അതിൻ്റെ പിന്നിൽ പ്യുവർ കറകളഞ്ഞ ഉദ്ദേശം കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടൊരു പള്ളി. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ ഈ മാനദണ്ഡങ്ങൾ മുഴുവനും ഒത്ത മനുഷ്യർ, കമ്മിറ്റികൾ മാത്രമുള്ള ഒരു പള്ളി, ആ പള്ളിയെ തൊടാൻ, ആ പള്ളിയുടെ ഒരു ഇഷ്ടിക ഇളക്കാൻ ലോകത്തൊരു ശക്തിയും വിചാരിച്ചാൽ കഴിയില്ല. 100% ഉറപ്പാണത്. ലോകത്തൊരു അങ്ങനെയുള്ള പള്ളികൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അബാബീലുകൾ ഉണ്ടാവുക. അങ്ങനെയുള്ള പള്ളികൾക്ക് നേരെ ആക്രമണങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അമാനുഷികവും അത്ഭുതകരവുമായ ഇടപെടലുണ്ടാവുക. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ കള്ളപ്പണം വെളുപ്പിക്കാനും നമ്മുടെ ഇമേജ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഉദ്ദേശം വെച്ചുണ്ടാക്കപ്പെട്ട പള്ളികൾ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ നീയത്ത് തന്നെ വേറെയാണ്, അതിൻ്റെ നടത്തിപ്പും വേറെയാണ്. അതുകൊണ്ട് ഒന്നാമതായി മുസ്ലിം ഉമ്മത്തിന് ചെയ്യാനുള്ളത്, അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ഒരു ഭാഗത്ത് അവിടെ ഉണ്ട്, അത് പള്ളിയിലേക്ക് എത്തിക്കാനുള്ള വഴി മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കുക എന്നതാണ്. അതാണ് ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരാധനാലയങ്ങളെ, നമ്മുടെ പള്ളികളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുമാറാകട്ടെ. ആരാധനാലയങ്ങളുടെ അധികാരം, അതിൻ്റെ താക്കോല്, അതിൻ്റെ നടത്തിപ്പ് യഥാർത്ഥ മുവഹിദുകളുടെ, മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാന കാര്യം ഉണർത്താനുള്ളത്, ഈ വരുന്ന ഇന്ന് തൊട്ട്, ഇന്ന് 8, 9, 10, 11 തീയതികളിൽ ജാമിയ നദ്വിയയിൽ ദഅവാ സമ്മേളനം നടക്കുകയാണ്. ജാമിയ നദ്വിയ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 100 കണക്കിന് ദായിമാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള തൗഹീദിൻ്റെ വെള്ളി വെളിച്ചങ്ങൾ ഈ ഉമ്മത്തിന് പകർന്നു കൊടുക്കാൻ വലിയ പങ്കുവഹിച്ച ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത സ്ഥാപനമാണ് ജാമിയ നദ്വിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്വലാഹിമാർ.
അവർ യഥാർത്ഥത്തിൽ ഇറങ്ങുന്നത് ഈ ജാമിഅ നദ്വിയയിൽ നിന്നാണ്. അതിൻ്റെ ദഅവാ സമ്മേളനം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായം ആ സമ്മേളനത്തിന് വേണ്ടിയും അതുപോലെ ആ സ്ഥാപനത്തിന് വേണ്ടിയും ചെയ്തു കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഓരോ കർമ്മങ്ങളും ഓരോ സദഖയും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ പ്രവേശിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ല. ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി നിന്നെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അവസാനം മരണം മുന്നിൽ വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിൻ്റെ കലിമത്ത് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച് നിന്നിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم حرر المسجد الأقصى من اليهود الظالمين. اللهم حرر المسجد الأقصى من اليهود الظالمين. اللهم حرر المسجد الأقصى من اليهود الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.